നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. ദേശീയ സംയോജകൻ ജി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഭരണകൂട പിന്തുണയോടെ ഇസ്ലാമിക മത തീവ്രവാദികൾ നടത്തുന്ന അതിക്രമം ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് നൽകുന്നത് അപകടകരമായ സൂചനയാണെന്ന് പ്രജ്ഞപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പറഞ്ഞു. ഭാരതത്തിലും കേരളത്തിലും പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ വലിയ അപകടങ്ങളാണ് ഹൈന്ദവ സമൂഹത്തെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഭീകരമായി നടന്നത് ധാക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കൊൽക്കത്തയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ചിറ്റഗോങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണെന്ന് അറുകൊല ചെയ്യപ്പെട്ടത്. എന്തായിരുന്നു കാരണം? വളരെ സ്പഷ്ടമാണ്. കാരണം വളരെ വ്യക്തമാണ്. അധികാര കൊതിമൂത്ത ഒരുപറ്റം രാഷ്ട്രീയക്കാര് ഭാരതത്തെ എല്ലാ കാലത്തേക്കും ആയി വിഭജിച്ചു ഭരിക്കാം എന്ന് ധരിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇവർക്ക് രണ്ടു കൂട്ടർക്കും പ്രത്യയശാസ്ത്ര ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ചേർന്ന് ഭാരതത്തെ വിഭജിച്ചതുമായി കൂടി ഇത് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഭാരതത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വസ്തു നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 946 ഓഗസ്റ്റ് 16 നടന്ന ആ ഭീകരമായ ഹിന്ദുവേട്ട അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ചടങ്ങിന് മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി അധ്യക്ഷത വഹിച്ചു. RSS ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ ബൽറാം, ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ തുടങ്ങി വിവിധ ഹൈന്ദവ സാമുദായിക നേതാക്കൾ ഐക്യദാർഢ്യ സന്ദേശം നൽകി. RSS പ്രാന്തീയ ശാരീരിക ശിഷ്യൻ പ്രമുഖ് ഒ രാകേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി VP ശ്യാം മോഹൻ നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.